ഹലോ ഗേസ്, ഇന്ന് സൺഡേ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇന്ന് എന്തൊക്കെയാണ് പരിപാടി? ഇതാ നമ്മൾ രാവിലെ ഇതാ കാപ്പി കുടിക്കുകയാണ് കേട്ടോ. ദോശയും മുളക് കറിയും ഉരുളക്കിഴങ്ങ് കറിയൊക്കെയാണ് കേട്ടോ ഇന്ന് കാപ്പിക്ക്. പൊന്നിതാ രാവിലെ ചിണിക്കൊണ്ടിരിപ്പുണ്ട്. നാളെ ക്രിസ്മസ് പതിപ്പ് തയ്യാറിക്കൊണ്ട് പോകണമെന്നൊക്കെയാണ് പറയണത്. നാളെ ഇനി സ്കൂൾ 10 ദിവസം വീട്ടിൽ ചുമ്മാ നിന്നിട്ടും നാളെ ചെയ്തുകൊണ്ടേണ്ട വർക്ക് ഇതാ ഇന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇനിയിപ്പോൾ ഇതാ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം സെറ്റാക്കി അവർക്ക് കാപ്പിയെ കൊടുത്ത് ദാണ്ട ക്രിസ്മസ് പതിപ്പൊക്കെ ഏകദേശം ഒന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അമ്മ പറയുന്നത് അരിബക്കലിനകത്ത് പഴുപ്പിക്കാൻ വെച്ച സാധനം പഴുത്ത് കാണുന്നത്. ദാണ്ട നമ്മുടെ നാട്ടിൽ ആനമുദ്രിക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് പറയുന്നത് കമൻറ്റ് ചെയ്യണം ഗേസ്. ആനമുദ്രികയിൽ ഒന്ന് ഇതാ പഴുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ അമ്മ ഒന്ന് കട്ട് ചെയ്ത് എനിക്ക് തന്നിട്ടുണ്ട്. നല്ല മധുരം ഉണ്ടായിരുന്നു ഗേസ്. ഇത് ക്യാൻസർ രോഗികൾ കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. ഇനി നനച്ച തുണി മേളിൽ വിരിക്കാൻ വേണ്ടി കയറിപ്പുണ്ടല്ലോ, അമ്മ അതേ നാരങ്ങ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഉപ്പും മുളകൊക്കെ പുരട്ടിയിട്ട് ഇത് ഇന്ന് സെറ്റായെങ്കിൽ ഞാനും തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകുമായിരുന്നു. പഴകഞ്ഞിലൂടെയും ചൂട് കഞ്ഞിലൂടെയൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതാ ഉച്ചയൂണ് സെറ്റായിട്ടുണ്ട് കേട്ടോ. കീര തോരനും ചോറും മോരുകറിയും ചാളക്കറിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പൊന്നിതാ കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടി പട്ടാളസിൻ്റെ കൂടെ താഴെ വല്യമ്മയുടെ വീട്ടിൽ ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് എല്ലാവരും